ഇപ്പോൾ ദയാവധം വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ അതൊക്കെ അവരവരുടെ ചോയ്സാണ്. കല്യാണം വേണോ വേണ്ടയോ എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ. കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് പറയുന്ന പോലെ അല്ല. ഈ ദയാവധം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഇത് ഇല്ലീഗലായിരുന്നു. നമ്മൾ ആരെങ്കിലും ഒരാളോട് ഒരു ദയ തോന്നി ഒന്ന് കൊല്ലുമോ വധിക്കുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിരുന്നു. ഇന്നിപ്പോൾ അത് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സുപ്രീം കോടതിൻ്റെ ഒരു വിധി വന്നിരിക്കുകയാണ്. ഒരു ദയാവധത്തിന് ഇന്ത്യയിൽ ആദ്യത്തെ ദയാവധം സംഭവിക്കാൻ പോകുന്നു. വളരെ നല്ലൊരു കാര്യം. അതുപോലെ ഇനിയും കൂടുതൽ ദയാവധങ്ങൾ ഇവിടെ നടക്കുകയാണെങ്കിൽ ഈ 140 കോടി എന്നത് ചിലപ്പോൾ ഒരു 100 കോടിയായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ആൾക്കാർ വയ്യാതെ കിടക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ വയ്യാതെ കിടക്കുന്നവർ, തീരെ നിവൃത്തിയില്ലാത്തവർ, അവർക്കൊക്കെ അവരുടെ ഇങ്ങനെയൊരു ഡീസൻറ്റ് ഡെത്ത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇവർക്ക് പലർക്കും ഒപ്പീനിയൻ ഇല്ലായിരിക്കും, അല്ല ദയാവധം വേണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും വേണ്ട സാധനം തന്നെയാണ്. ഇതിൽ കൂടുതൽ ഒരു നല്ലൊരു കാര്യം സംഭവിക്കാനില്ല. കാരണം ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ദയാവധം ലീഗലാണ്. വളരെ നല്ല രീതിയിൽ അവരത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു നല്ല മരണം നമുക്ക്, അതും നമ്മുടെ റൈറ്റ്സ് ആണ്. കാരണം നല്ലൊരു ജീവിതം ഇന്ത്യയിലില്ല, നല്ലൊരു മരണമെങ്കിലും ഉണ്ടാക്കി കൂടെ സർക്കാരെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.